സംസ്ഥാന വ്യാപകമായി LDF രാപ്പകൽ സമരം നടത്തുകയാണ്. ഇപ്പോൾ സമരവേദിയിൽ വൈക്കം വിശ്വൻ അദ്ദേഹം സംസാരിക്കുന്നു. തത്സമയം ചാനലുകാരോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്ത് ചെയ്യുമെന്ന് ആ മീനെ ഉയർത്തിപ്പിടിച്ചു കൊടുക്കും. അപ്പോൾ അവർ വാങ്ങിയിരിക്കുന്ന സാധനം അത് വിൽക്കാൻ കഴിയുന്നില്ല, വാങ്ങിയ വിലയ്ക്ക് പോലും കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കൊച്ചു കച്ചവടക്കാർക്ക് ഒരു കച്ചവടവും നടക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ വാങ്ങാൻ വരുന്നവൻ 2000-ൻ്റെ നോട്ട് കൊടുത്താൽ ആ നോട്ട് മറ്റേ നോട്ടൊന്നും എടുക്കാൻ അവർക്ക് അനുവാദമില്ല. ആ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വല്ല കടലാസിലും കുറിച്ചു കൊടുക്കാൻ ബാക്കി എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ബാക്കി വാങ്ങിക്കാൻ അവരും തയ്യാറാകാത്തപ്പോൾ എല്ലാ കൊച്ചു കച്ചവടക്കാരും തകരുന്ന ഒരു സ്ഥിതിയിലോട്ട് എത്തി. ഇനി ഏത് മേഖലയാണ് ഉള്ളത്? കൃഷിക്കാർക്ക് വെളിയിൽ, നമ്മുടെ ടൗണിൽ ഇപ്പോൾ കൂടുതൽ കൃഷിക്കാരെന്ന് പറയും, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുന്നുണ്ടോ? ടൗണിലൊക്കെ ഉള്ളവർക്ക് സാധനം വാങ്ങാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്ഥിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നോട്ട് പിൻവലിച്ചിട്ടുണ്ട് മൊറാർജി ദേശായിയുടെ കാലത്ത്. പക്ഷെ അതിനൊരു തയ്യാറെടുപ്പുണ്ട്. അത്യാവശ്യം ഇനി കള്ളപ്പണം കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അപകടകരമായ ഒരു സാഹചര്യം വരാനാണെങ്കിൽ അത് ആ രീതിയിൽ നേരിടാൻ കഴിയും. നേരിടണമെങ്കിലോ ആവശ്യമായ സംവിധാനം വരണം. അതൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും റിസർവ് ബാങ്ക് പറയും, ദേ അവിടെ ഇപ്പോൾ ഞങ്ങൾ ഇറക്കാൻ പോകാമെന്ന് പറയും. അവരുടെ കയ്യിലില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം 500-ൻ്റെ നോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 500-ൻ്റെ നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അവർ ATM-ൽ വരുന്നില്ല, മറ്റ് സഹകരണ ബാങ്കുകളിലോട്ട് വരുന്നില്ല, ഒന്നിലും വരുന്നില്ല. ജില്ലാ ബാങ്കുകളെ എന്തിനിങ്ങനെ തടസ്സപ്പെടുത്തുന്നു? ജില്ലാ ബാങ്ക് ശരിയായി കഴിഞ്ഞാൽ പ്രാഥമിക ബാങ്കിലും മെച്ചപ്പെടാൻ കഴിയും. ജില്ലാ ബാങ്ക് കൃത്യമായിട്ട് ഇപ്പോൾ അർബൻ ബാങ്കിന് കൊടുക്കുന്ന ആനുകൂല്യം ജില്ലാ ബാങ്കിനില്ല. എന്താ ജില്ലാ ബാങ്ക് ചെയ്ത കുറ്റം? സഹകരണ മേഖലയിൽ വന്നു എന്നുള്ളൊരു കുറ്റം അല്ലാണ്ട് വേറെ എന്താണ്? നമ്മുടെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ സമസ്ത മേഖലയിൽ ബന്ധപ്പെട്ട് സഹകരണ പ്രസ്ഥാനമുള്ളത് കേരളത്തിൽ മാത്രമാണ്. അത് എവിടെ നോക്കിക്കോ, 10 ആൾ കൂടുന്നിടത്തൊരു സംഘം വരും. അത് വെറുതെ ഉണ്ടായതല്ല, മുകളിൽ നിന്ന് കെട്ടിപ്പടുത്തല്ല. അത് നാട്ടുംപുറത്ത് ജീവിതത്തിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ ആയിരുന്ന ഒരു കാലത്ത്, ആ കാലത്ത് അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിയത്. അന്നൊക്കെ കൃഷിക്കാരവരുടെ കെട്ടുതെങ്ങ് എന്ന് പറയുന്നത് തെങ്ങ് വിട്ടുകൊടുത്ത് ആ അത്യാവശ്യം പൈസ ഉണ്ടാക്കി അതിൻ്റെ ആദായം തിരിച്ചു കൊടുത്ത് പിടിച്ചു നിൽക്കുകയാണ്. അതുപോലെ ഓരോ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിങ്ങനെ വളർന്നിട്ടാണ് ഓരോ സ്ഥലത്തുമായിട്ട് വന്നു. തൊഴിലാളികളുടെ സംഘങ്ങൾ വന്നു, കൃഷിക്കാരുടെ സംഘങ്ങൾ വന്നു. ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിൽപ്പെട്ട, രാഷ്ട്രീയമൊന്നും അതിനൊരു വിഷയമല്ല. എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനം വന്നത്. ഇപ്പോൾ അതിനകത്ത് കള്ളപ്പണം കൊണ്ടിട്ടും നമ്മളാരും പറയുന്നില്ല ഏതെങ്കിലും ഒരിടത്തൊരുത്തൻ കള്ളപ്പണം കൊണ്ടിട്ടോ എന്ന് നമുക്കറിയാൻ ഒക്കില്ല. ആ ഇടുന്നവൻ ഇട്ടിരിക്കുന്ന പൈസയുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് ഏതെങ്കിലും ബാങ്ക് എതിരാണ്. ആരാ എതിര്? ഒരു ബാങ്കിലെയും നടപടിക്രമങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലുള്ള ജീവനക്കാർക്കറിയാം, ഈ രജിസ്ട്രാറും അതുപോലുള്ള ആളുകളും അവരെ കണ്ട് ശത്രുക്കളെ പോലെയാണ് കാണുന്നത് അവർ തമ്മിൽ. കാരണം എപ്പോഴും കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെ ബാങ്ക് നമ്മുടെ ബാങ്കിങ് ജീവിതത്തിൽ തന്നെ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ പറ്റിച്ചുകൊണ്ട് പോയ ആൾ വെള്ളപ്പൊക്കം വന്നപ്പം എല്ലാ രേഖയും പോയെന്ന് പറയും. വെള്ളത്തിൽ ബാങ്കിൻ്റെ ആ ഭാഗമെല്ലാം വെള്ളത്തിലായിപ്പോയി. അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് സംവിധാനം വളരെ ഭംഗിയായിട്ട് സുതാര്യമായിട്ട് വച്ചിരിക്കുകയാണ്. ആർക്കും ഏത് ഇൻകം ടാക്സുകാർക്കും വന്ന് നോക്കാൻ ഒരു കുഴപ്പമില്ല. അവർക്ക് നോക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് കണക്ക് കൊടുത്തേ പറ്റൂ. പിന്നെ എന്താണ് ഒരു പ്രത്യേകത? ആരെങ്കിലും വെട്ടിച്ചെങ്കിൽ വെട്ടിച്ചവനെ സഹകാരികൾ രക്ഷിക്കുന്നുണ്ടോ? അവൻ്റെ പേര് നടപടിയെടുക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു സംവിധാനം വേറൊരിടത്ത് ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഉണ്ട്. ഇതിനിടയ്ക്കെങ്ങോ എന്തെങ്കിലും കുഴപ്പം വരികയില്ലേ എന്ന് ചോദിച്ചാൽ വന്നേക്കാം. മനുഷ്യരെന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവനായിരിക്കും ഇവിടെ കള്ളനോട്ടടിക്കാൻ വരുന്നവൻ. നമ്മളറിയുന്നില്ല ഇവൻ കള്ളനോട്ടടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കാണാനും
അതിന് നടപടിയെടുക്കാനും കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. പക്ഷേ സഹകരണ രംഗം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ പരിരക്ഷിക്കുകയാണ്. ഇവിടെ പറഞ്ഞ പോലെ നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അതും കൃത്യസമയത്ത് തരുന്നതിന് ഒരു ബാങ്കിന് അല്ലെങ്കിൽ സഹകരണ ബാങ്കിന് കുഴപ്പമുണ്ടെങ്കിൽ അപ്പം നമ്മൾ പ്രതികരിക്കും. അങ്ങനെയല്ലേ എൻ്റെ സാഹചര്യം? ഞാൻ ഇവിടുന്ന് ഈ പൈസ തരുമെന്ന് പറഞ്ഞിട്ടാണ് കല്യാണം ഉറപ്പിച്ചത്. നീ ആ വർത്തമാനം എന്നോട് പറയണ്ടെന്ന് പറയല്ലേ കയറി? കൃത്യമായിട്ട് പറയും. ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അങ്ങനെയാണ് മുമ്പോട്ട് വരുന്നത്. അതിലേതെങ്കിലും രീതിയിലുള്ള ഒരു പിശക് വന്നാൽ അത് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇത് തകർക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ തകർക്കുകയാണ്. ഇവിടെ കുറെ പണം വന്നിട്ടുണ്ട്, അത് സത്യമാണ്. അത് കള്ളപ്പണമല്ല. ആ പണം മറ്റു ബാങ്കിൽ വരുന്നില്ല. സഹകരണ രംഗത്ത് വരുന്ന ഈ പണം മുമ്പ് സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ LDF സംസ്ഥാനത്ത് രാപ്പകൽ സമരം തുടരുകയാണ്. ഇന്ന് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.